അവന് മമ്മൂക്കയുടെ ബാപ്പയെ പറയാൻ, അല്ലെങ്കിൽ ഈ മമ്മൂക്ക എന്നുള്ള ഒരു പേര് പറയാനായിട്ട് അവന് എന്ത് യോഗ്യതയിരിക്കുന്നു? ബോഡി ഗാർഡുണ്ട്, പിന്നെ വില്ലന്മാരുണ്ട്. ഞാൻ പടം പോയി കണ്ടിരിക്കും, എന്നെ ചെയ്യേണ്ടവൻ ചെയ്യട്ട്. മമ്മൂക്കനെയും മോഹൻലാലിനെയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് പറയൂല. കാര്യം അവർ രണ്ടൊരു ഭയങ്കര സ്നേഹമാണ്. ഇതൊന്നും തീർന്നില്ലേടേ. നല്ല മേക്കിംഗ്. മമ്മൂട്ടി സൂപ്പർ, ഡയറക്റ്റ് കിടില. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ബ്രില്യൻ്റാണ്. ഇടിയോടി മാത്രമല്ല, നല്ലൊരു ചിത്രം കൂടെയാണ്. ഫുൾ എല്ലാം ഉണ്ട് ഇതിൽ പടത്തിൽ. കൊള്ളാം, അടിപൊളി പടം. പിന്നെ കന്നഡ നടനും അടിപൊളിയായിട്ട്. പോക്കിരി രാജ, പുലിമുരുകൻ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മമ്മൂക്കയിൽ നിന്ന് നല്ലൊരു പ്രതീക്ഷയായിട്ട് വന്നതാണ് മമ്മൂക്കയിൽ നിന്ന്. കാര്യം മമ്മൂക്കയുടെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും വമ്പൻ ഹിറ്റാണ്. നല്ല ഡയറക്ഷൻ, നല്ല സ്റ്റോറി. അപ്പോൾ വൈശാഖിൻ്റെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭയങ്കര മാസമാണ് പുലിമുരുകൻ പോലെ. പുലിമുരുകനെ കടത്തി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ മമ്മൂക്കനെയും മോഹൻലാലിനെയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് പറയൂല. കാര്യം അവർ രണ്ടൊരു ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറുമാണ്. നമ്മൾ ഒരിക്കലും അവരെ പണം കൊള്ളൂലെങ്കിലും നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് പണം കൊള്ളൂലെങ്കിൽ ആ സ്റ്റോറി ആരാണ് എഴുതിയത് അവനെ കുറ്റം പറയുക. അതേപോലെ ഈ പടത്തിലെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ വൈശാഖിൻ്റെ പടം ആയതുകൊണ്ട് പുലിമുരുകൻ പോലെ ഫൈറ്റ് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഫൈറ്റുണ്ട്. 4 ഫൈറ്റിലെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫൈറ്റാണ്. പിന്നെ ഒന്ന് കാർ റേസിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ വില്ലൻ അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. വില്ലൻ അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വില്ലൻ. അവൻ്റെ ബി ജി എം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ കിട്ടുകയാണ് അവൻ്റെ ബി ജി എം എന്നാണ്. അത് സെറ്റായിരുന്നു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റത്തെ ഫൈറ്റ് നമ്മുടെ പുലിമുരുകനിലെ ലാസ്റ്റ് കാടിനകത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതേപോലെയുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു രീതിയിൽ ആ ഫൈറ്റ് വന്നിട്ട് മമ്മൂക്ക അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഇതൊന്നും തീർന്നില്ലേടേ എന്ന് ഇങ്ങനെ ഒരു ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നല്ലത് തന്നെ പറയണം. പിന്നെ മലയാളത്തിലെ നമ്മുടെ മെഗാസ്റ്റാർ മഹാനടൻ, ഇപ്പോൾ പുള്ളിക്ക് എല്ലാവരും പറഞ്ഞ 73 വയസ്സ് ഇങ്ങനെ പ്രായത്തിനെക്കുറിച്ച് പുള്ളീനെ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പുള്ളിയുടെ പ്രായത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മാത്രമല്ല പറഞ്ഞത് 73 വയസ്സെന്ന്. ഒരുപാട് പേര് ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 73 വയസ്സാണ്, നാണമില്ലേ ഇങ്ങനെ വയസ്സ് എന്ന് പറയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വയസ്സെന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്പർ പോലെയാണ്. അതായത് ടോക്കൺ 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, അതിങ്ങനെ നമ്മൾ വർഷം തോറും എണ്ണിയാണ് പോകുന്നത്. പക്ഷേ അതങ്ങനെയല്ല. മമ്മൂക്കയുടെ മനസ്സ്, അത് കാണിക്കാനുള്ള മനസ്സാണ്. ഒരു ഫൈറ്റ് സീനെന്ന് പറയുന്നത് മമ്മൂക്ക ഡൂപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡൂപ്പ് ചെയ്യൂല. ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, മമ്മൂക്ക പറഞ്ഞ് അത് ഒറിജിനലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാനുള്ള മനസ്സ്, അതായത് ലാലേട്ടൻ പറയും പോലെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു മനസ്സ് പോലെയാണ് മമ്മൂക്ക. അതിൽ ആ പടത്തിൽ അത്യാവശ്യം കോമഡികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയാനായിട്ടുള്ളതെന്ന് പറയണത് മമ്മൂക്ക ഇപ്പോഴെല്ലാവരും പറഞ്ഞ ചോക്ലേറ്റ് ബോയാണ്, ചുള്ളൻ ചെറുക്കനാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക എന്നുള്ള ഒരു എന്താ പറയുക മമ്മൂക്ക എന്നുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത ഫുഡ് കഴിക്കുന്നില്ല. പിന്നെ നാളെ നമുക്കൊരു മമ്മൂക്ക ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. അതൊരു കാര്യമാണ്. മമ്മൂട്ടിയുടെ കാര്യം, ഒരു അഭിനേതാവ് എന്നുള്ള ഒരു നിലയിൽ മമ്മൂക്കയുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നു. അതാണ് പുള്ളിയുടെ പവറെന്ന് പറയുന്നത്. അത് ആരും കണ്ട് അസൂയപ്പെട്ടിട്ടും ആരും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ള സത്യങ്ങൾ ഉള്ളതുപോലെ ഞാൻ പറയും. ഇതാണ് ഒരു അഭിനേതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ആക്ടറാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെ സൂക്ഷിക്കും, എൻ്റെ മുഖത്തൊരു സ്ക്രാച്ച് വരാൻ ഞാൻ നോക്കൂല. അതേപോലെ മമ്മൂക്കേനെ സൂക്ഷിക്കുന്നു. അതാണ് ഇപ്പോഴും ആ ഒരു പൗരുഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് പറയാനുള്ള അതാണ് മമ്മൂക്കയെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ നല്ലൊരു നടനാണെന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പിന്നെ ജീവിച്ച് കാണിക്കും. അത് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സൂപ്പറാണ്. മമ്മൂക്ക ടർബോ ജോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അതിൽ ടർബോ ജോസ് എന്നുള്ള ഒരു ക്യാരക്ടർ എന്താണോ പുള്ളി അതേ കണക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയറക്ഷനല്ലേ മമ്മൂക്കയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതും നല്ല സ്ക്രിപ്റ്റ് കൊടുക്കേണ്ടതും. അപ്പോൾ നമുക്ക് ഒരിക്കലും പടം കൊള്ളൂലെങ്കിലും മമ്മൂക്കിനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ മെഗാ സ്റ്റാർ തന്നെയാണ്. ഈ മമ്മൂക്ക മോഹൻലാലും ഒക്കെ ഇല്ലായിരുന്നു കഴിഞ്ഞാൽ ഇത് കണക്ക് ആര് പടം കാണാൻ വരും? ഇത് ഈ പടം ഇറങ്ങുമ്പോഴത്തെ ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പ് കാണാൻ നോക്കുമ്പോൾ മമ്മൂക്കയുടെ പറയാം ടർബോ, ഇത് കിടുക്കും തിമിർക്കും. എന്തുകൊണ്ടാണ് ഇത്രയും ഹൗസ്ഫുൾ ആവാൻ കാര്യം? അത് മമ്മൂക്ക ആയതുകൊണ്ടാണ് വന്നത്. അതാണോ അല്ലയോ?
മമ്മൂക്ക ആയതുകൊണ്ടാണ് വന്നത്. പടം ഒരു ആവറേജ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മമ്മൂക്ക സെറ്റായിരുന്നു, സൂപ്പറായിരുന്നു, മാസ് പടമാണ്, ഫൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ ആ ഒരു കഴിവെന്നല്ല, മമ്മൂക്ക അതിഗംഭീരമായിട്ട് നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നമ്മുടെ മലയാള സിനിമ വന്ന് കണ്ട് വൻ വിജയമാക്കി തീർക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വൈറലാകാൻ വേണ്ടി ചെയ്തതാണ്. അവന് മമ്മൂക്കയുടെ ബാപ്പയെ പറയാൻ, അല്ലെങ്കിൽ ഈ മമ്മൂക്ക എന്നുള്ള ഒരു പേര് പറയാനായിട്ട് അവന് എന്ത് യോഗ്യതയിരിക്കുന്നു? ആ പരപ്പൂ മോനെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലേ, അവനെ ഞാൻ ഇത്രയും നാൾ ഞാൻ അവനെ അടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിലെ മഹാനടനാണ്, താരരാജാവ് പോലെ നമ്മളെ മഹാനടൻ, നമ്മളെ മെഗാ സ്റ്റാറിനെ അവൻ പറയാൻ അവന് എന്ത് യോഗ്യത ഇരിക്കുന്നു അവന് പറയാനായിട്ട്? അവനിപ്പോൾ ഭയങ്കര വില്ലന്മാരുണ്ട്. അവന് മറ്റേ എന്തോ ബോഡി ഗാർഡുണ്ട്, പിന്നെ വില്ലന്മാരുണ്ട്. ഞാൻ പടം പോയി കണ്ടിരിക്കും, എന്നെ ചെയ്യേണ്ടവൻ ചെയ്യട്ട്. ചുമ്മയല്ല മമ്മൂക്ക ഫാൻസ് അവനെ കയറി കൊടുത്തത്. ഇനി അതേപോലെയല്ല, ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നിന്ന് പോവും നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടി. ഞാൻ പോരാടും, അവനെ ഇടിച്ച് തുലച്ചിരിക്കും. അടി കിട്ടണേ കിട്ടിട്ട് ശക്തമായിട്ട് തന്നെ പെരുമാറുക തന്നെ ചെയ്യും അവന്.